അയ്യോ ചേട്ടാ കരയില്ലേട്ടാ, ചേട്ടാ കരയില്ലേട്ടാ. ജോലിക്ക് പീച്ചേ ക്യാ ഹേ, ജോലിക്ക് പീച്ചേ. ഒരുത്തരം വണ്ടി ഇടിച്ച് കിടന്നിട്ട് ജോലിക്ക് പീച്ച അങ്ങോട്ട്. ചേട്ടാ ഞാൻ വണ്ടി ചെറുതായിട്ടല്ലേ ഏട്ടാ ഇടിച്ചോളൂ. ചെറുതായിട്ടാ വണ്ടി നീ ആകാശം ഇടിച്ചു തെറിപ്പിച്ച വണ്ടി ഇപ്പോഴാണ് വീണത് ആകാശത്ത് നിന്ന് കേട്ടാ. അയ്യേ ചുമ്മാതല്ല, ടയർ മുട്ട. എന്ത് ഈ ടയർ മുട്ട എങ്ങനെ ആയത്? ഞാൻ ഇന്നലെ പളനി കൊണ്ടുപോയി മുടി മുട്ട അടിച്ചു, അതാണ് മുട്ട. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയാം, ചേട്ടാ ഈ ദൈവത്തിൽ വിശ്വസിക്കരുത്. അതെന്ത്? ഇത്രയും അമ്പലത്തിൽ പോയി നൂല് ജപിച്ച് വണ്ടി കണ്ടിട്ട് വണ്ടി ആക്സിഡന്റ് ആയില്ലേ? എവിടെ ജപിച്ച് കെട്ടിയിരിക്കണേ? വേണ്ട എഴുതി ജപിച്ച് കെട്ടിയൊന്നും അല്ലെന്ന്, ഇതിന്റെ മക്കളവിരിക്കണം, അതുകൊണ്ട് ഒരു നൂല് വെച്ച് കെട്ടി വെച്ചിക്കണല്ലേ. ഈ പഴയ വണ്ടിയായിരുന്നാ? അപ്പൊ പുതിയ വണ്ടി ഇടിക്കാൻ കിട്ടാത്തതിന്റെ വിഷമായിരുന്നല്ലേ? ചേട്ടൻ വിഷമിക്കണ്ട, ഞാൻ നോക്കട്ടെ. അയ്യോ ചേട്ടാ മീൻമഴ പറക്കിയെടുത്തോ. മീൻമഴ ചേട്ടാ, മീൻ മാഞ്ചോണ്ട് വന്നപ്പോ ഇടിച്ച് തെറിപ്പിച്ച് ആകാശത്തോട്ട് പോയ മീനെല്ലാം രണ്ടടാ വീണ് കിടക്കുന്നു. അയ്യോ പച്ച മീനായിരുന്നു വാങ്ങിച്ചപ്പോ മറുത്ത മീനായിട്ട് താക്ക് കിടക്കുന്നു. ഞാൻ പോലീസിന്റെ അടുത്ത് പറയും. ചേട്ടാ പോലീസ് വിളിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. അതെന്ത്? എനിക്ക് എല്ലോട്ട്. നീ പറഞ്ഞ കേട്ടോ, എനിക്ക് ചത മാത്രമേ ഉള്ളൂ. എനിക്ക് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പോലീസിനെ വിളിക്കും. വണ്ടിയിൽ ലാനേസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിക്കുന്ന നിങ്ങൾ എന്തിനു മുകളിലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നത്? എന്റെ ഫോൺ മുകളിൽ പോയി എപ്പോ പറഞ്ഞു നോക്കട്ടെ. ഞാൻ ചേട്ടാ ചേട്ടന്റെ പേരെന്തെന്ന്? വണ്ടിയും കൊണ്ടൊന്ന് ഇടിച്ചിട്ട് രാമേന്ദ്രൻ പേര് പറയാൻ ഞാൻ പറയാനൊന്നുമില്ല. അപ്പൊ ചേട്ടന്റെ സ്ഥലം എവിടെ കിടക്കണം? അവള് ഈ വെഞ്ഞാറമൂട് എന്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞു. വീട്ടിലാരൊക്കെ ഉണ്ട്? എന്നിട്ട് വേണം എന്റെ ഭാര്യ 2 മക്കൾ നിന്നെ അടിക്കാൻ. വെഞ്ഞാറമൂടാണല്ലേ വീട്? വെഞ്ഞാറമൂടി ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും വെഞ്ഞാറമൂടി തന്നെ. ചേട്ടാ എന്റെ അടുത്ത് ഇങ്ങനെ ചൂടാവരുത്. ഭർത്താവ് മരിച്ച് വിവാദമായ സ്ത്രീയല്ലേ ഞാൻ. വിധവ നാട്ടിലിപ്പോ അതൊരു വിവാദമാണ്. ഭർത്താവ് മരിച്ചാ? എങ്ങനെ മരിച്ചാ? എന്റെ കണ്ണു മുമ്പിൽ വെച്ച് ഭർത്താവിനെ കുത്തിക്കൊന്ന്. എന്നിട്ട് നീ നോയിക്കൊണ്ടെന്നല്ലേ? ആ കുത്തിക്കൊന്നവനെ വെട്ടി നുറുക്കി കഷ്ടങ്ങളായി ഞാൻ കെട്ടിത്തൂക്കി. പോലീസ് പിടിച്ചില്ലേ? പോത്തിനെ കൊന്ന കേസൊന്നും ഇല്ലല്ലോ. ചേട്ടാ അതും ഇതും പറയില്ല, നമുക്ക് കോംപ്രമൈസിലോട്ട് പോ. എന്ത് തരും? ഇങ്ങനെയാണെങ്കിൽ കവാലം മുളക്കാൻ ഞാൻ തരും. ഇനി എന്ത് തരും? അത് ന്യായം. എനിക്ക് ആരുമില്ല ചേട്ടാ. അയ്യോ എന്ത് പറ്റി? ഒറ്റയ്ക്കായോണ്ട്. പക്ഷെ നിന്നെ പോലെയല്ല ഞാൻ. എനിക്ക് പുറകും എപ്പോഴും 60 കണ്ണുകൾ കാണും. അയ്യോ അത്രയ്ക്ക് പിടിപാടുള്ള ആളാണ്. പിടിപാടല്ല, പിന്നെ 30 പേരിന്ന് പൈസ കടം വാങ്ങിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ 60 കണ്ണ് എപ്പോഴും നമ്മളെ പുറകെ തന്നെ കാണും. അയ്യോ അതായിരുന്നാ? നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ ഒരു ടൈലറാണ്. അയ്യോ അപ്പൊ ചേട്ടനാണ് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് യൂട്യൂബിൽ പറഞ്ഞത്. എടി അത് ട്രെയിലർ, ഞാൻ പറഞ്ഞത് ടൈലർ. ഒരു മറ്റേ ഫാഷൻ ഡിസൈനർ ഇല്ലേ? എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അച്ഛന് ഓലേരെ പടമുള്ള ഷർട്ടും മുണ്ടും ചെയ്ത് കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്ത്, എന്നിട്ട് അച്ഛൻ അത് ഇട്ടോണ്ട് ഉത്സവത്തിന് പോയി. ആനയുടെ ഫ്രണ്ടിൽ നോക്കിയോണ്ട് നിൽക്കായിരുന്നു. എന്നിട്ട് ആന വിചാരിച്ചത് ഓലയെന്ന് എടുത്ത് അങ്ങ് തിന്ന്. അയ്യോ അപ്പൊ അച്ഛൻ ഈ ഓലയുടെ അടിയിൽ ഒന്നും പറഞ്ഞ ഇഷ്ടമല്ല. നാണം കൊണ്ട് അച്ഛൻ നേരെ ഓടി എവിടെയോ പോയി. അപ്പൊ അച്ഛൻ അന്വേഷിച്ച് പോയില്ലേ? ഞാൻ പോയി. പിറ്റേ ദിവസം രാവിലെ ചെന്ന് നോക്കിയപ്പോഴേ അച്ഛനെ കിട്ടി. ഇല്ല, പിന്നെ മുണ്ടും ഷർട്ട് വിട്ട് ആനപ്പിണ്ടം അല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല. അയ്യോ അപ്പൊ അച്ഛനില്ല. ചേട്ടന്റെ അമ്മയപ്പം? എനിക്ക് ഈ അച്ഛന്റെ നാണക്കേട് മാറ്റണമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഒരു പൂക്കന്ത്രമുള്ള ഒരു സാരി അമ്മയ്ക്ക് അങ്ങ് ചെയ്തു കൊടുത്ത്. അടിപൊളി. എന്നിട്ട് എവിടെന്നോ കുറെ ശലഭങ്ങൾ വന്ന് അമ്മയെ ചുമന്നോണ്ട് അങ്ങ് പോയി. അയ്യോ പാവ അമ്മ ഇപ്പൊ എവിടെയായിരിക്കും? തോവാളയിൽ ഏതോ പാണ്ഡിന്റെ പൂക്കടയിൽ കാണുന്നൊരു വിശ്വാസം. നിനക്കറിയാമോ, എല്ലാ ഓണത്തിനും അത്തപ്പൂവിന്റെ ഫ്രണ്ടിൽ പോയി നോക്കും എന്റെ അമ്മയുണ്ടാ. പക്ഷെ ഇതുവരെ എന്റെ അമ്മയെ കണ്ടിട്ടില്ല. അപ്പൊ ചേട്ടൻ ഒരു ഫാഷൻ ഡിസൈനർ ആയിരുന്നല്ലേ? ഫാഷൻ ഡിസൈനർ ആയിരുന്നു. ഞാൻ അങ്ങനെ മര്യാദയ്ക്ക് ബിസിനസ്സുമായിട്ട് ഞാൻ പോയപ്പോഴല്ലേ നീ കൊണ്ട് ഇടിച്ചത് വണ്ടി. ചേട്ടൻ എന്തൊരു ബിസിനസ് ആയിരുന്നു? പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു. അതിപ്പോ ഇല്ലേ? മഴയത്ത് ബിസ്ക്കറ്റ് ഉണ്ടായപ്പോ ബിസ്ക്കറ്റ് കൊന്നു, പിന്നെ ഞാൻ നിർത്തി. ഇപ്പൊ എന്ത് ബിസിനസ്? ഞാൻ അങ്ങനെ സ്വർണ്ണമായിട്ട് പോവുമായിരുന്നു. അങ്ങനെ സ്വർണ്ണമായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴല്ലേ നീ എന്റെ വണ്ടി വിളിച്ചത്. എന്റെ സ്വർണ്ണം പറന്നു വന്നു പൈങ്കിളി, വിരുന്നു വന്നു രാക്കിളി, ഒരുങ്ങി നിന്നു തേങ്കിളി. ചേട്ടാ ചേട്ടന്റെ സ്വർണ്ണമെല്ലാം എന്താ വീണ്? ഇതാണാ സ്വർണം? ചേട്ടാ സ്വർണ്ണം നിക്കറുകൾ. ചേട്ടാ വലുതാക്കരുത്. അതിനിട്ടാ ലൂസായി പോകും. അതല്ല പ്രശ്നം, വലുതാക്കരുത്. ഞാൻ എന്തുകൊണ്ട് ചേട്ടന്റെ കാല് പിടിക്കാൻ ഞാൻ സമ്മതിക്കാം. കാല് പിടിച്ചോ. അയ്യോ ഇത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. വീട്ടിൽ 2 കാച്ചിലെടുത്ത് വെളി വെച്ചിരുന്ന അകത്ത് വെച്ചാ എന്തോ. പൈസ താടി. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയാം, എന്നെ ഉപദ്രവിക്കരുത്. എന്റെ നഷ്ടപരിഹാരം വാങ്ങരുത്. എനിക്ക് ആരുമില്ലല്ലോ. ഇന്ന് നീ അത് പറയരുത്. നിനക്ക് ആരുമില്ലാന്ന്. ഈ നിനക്ക് ഞാനുണ്ട്. ചേട്ടനാ? ഞാൻ നിന്റെ കൂടെ വരും. പോരുന്നോ എന്റെ കൂടെ? പോവാൻ ചേട്ടാ. അയ്യോ ഇത് ഞാൻ മറന്നുപോയി. ഇതാരേട്ടാ? എന്റെ ഭാര്യ. ഇടിച്ചപ്പോ മേളിൽ പോയി ഞാൻ ഇവളെ കാര്യം മറന്നുപോയി. അയ്യോ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇവളെ ഏകദേശം ഓടി രക്ഷപ്പെട്ടോ.